الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب السامعين ونصيحة خالصة لوجهك الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. قال النبي صلى الله عليه وسلم إن من أكبر الكبائر أن يلعن الرجل والديه. قالوا يا رسول الله وكيف يلعن الرجل أبويه؟ قال يسب الرجل الرجل فيسب أباه ويسب الرجل أمه فيسب أمه أو كما قال شفيعنا رسول الله صلى الله عليه وسلم. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സഹായികൾ, സ്നേഹിതർ, കുടുംബാദികൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർ, നമ്മുടെ പള്ളിയുടെ ചുറ്റും അടക്കപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ മരണങ്ങളെ അല്ലാഹു മുഴുവനാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന മുഴുവൻ പേർക്കും അല്ലാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ പേരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ആപത്ത്, അപകടങ്ങളിൽ നിന്ന്, ഒരു വലിയ മുസീബത്തുകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കടങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു എല്ലാവിധ ഖൈറും മനസ്സമാധാനവും ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സമയം വളരെ ചുരുക്കമാണ്. അല്ലാഹു ഉള്ള സമയത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം അത് അല്ലാഹുവിന്റെ സമ്പൂർണ്ണ മതമാണ്. അതൊന്നിലും ഒരു കാര്യത്തിലും എവിടെയും ഒന്നും അന്വേഷിച്ചു പോകേണ്ട, എല്ലാം ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ ഹദീസിലുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുന്ന മഹാന്മാരായ മദ്ഹബിന്റെ പണ്ഡിതന്മാർ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യമായിട്ടോ അഭിപ്രായം പറയേണ്ട കാര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു കാര്യത്തിലല്ല. ഇന്ന് നമ്മുടെ കേരളത്തില് വലിയൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദ്വയാർത്ഥം എന്നുള്ളത്. ഡബിൾ മീനിങ്. ദ്വയാർത്ഥം വെച്ച് വർത്തമാനം പറഞ്ഞ് ഒരാളെ നമ്മുടെ നാട്ടില് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ദ്വയാർത്ഥം എന്നുള്ളത് അതൊരു ഭാഷയുടെ അലങ്കാരമാണ്. ദ്വയാർത്ഥം നല്ലതാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദ്വയാർത്ഥം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുർ റഹ്മാൻ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, വിശദീകരിക്കാൻ സമയമില്ല. വന്നജ്മു വശജറു യസ്ജുദാൻ. സൂര്യനും വന്യജീവ നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലാഹുവിന് രണ്ടും സുജൂദ് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം അല്ലാഹുവിനെ അനുസരിക്കുന്നു, അല്ലാഹുവിനെ വഴിപ്പെടുന്നു, അല്ലാഹുവിനെ കീഴ്പ്പെടുന്നു എന്നാണ്. അത് യഥാർത്ഥമാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്, ആൾക്കാരെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നല്ല നിലയ്ക്ക് നല്ല നിയത്തോടു കൂടി
ദൈവാർത്ഥം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുവാൻ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും മാനസികമായ വേദന ഉണ്ടാകുവാൻ വേണ്ടി ഇങ്ങനത്തെ സംസാരം, അത് പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ അത് ഹറാമാക്കിയിരിക്കുക. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. ഈ ക്ലാസ് എടുക്കുമ്പോൾ സഹാബാക്കൾ ഒരുപാട് കൂടും. ഇന്നത്തെ പോലത്തെ മയക്കിന്റെ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് സഹാബാക്കൾ ഇങ്ങനെ വന്നിരിക്കും. ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുന്നിലുള്ള സഹാബാക്കളെ നോക്കി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ളവർ വിളിച്ചു പറയും, യാ റസൂലല്ലാഹ് റായിന ഉൻദുർന എന്നിങ്ങനെ വിളിച്ചു പറയും. റായിന അർത്ഥം ഞങ്ങളെ പരിഗണിക്കണമേ, ഉൻദുർന ഞങ്ങളിലേക്കൊന്ന് നോക്കണമേ എന്ന് സഹാബാക്കൾ വിളിച്ചു പറയും. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കേൾക്കണം, ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങൾക്ക് എത്തുന്നില്ല എന്ന് വിളിച്ചു പറയുമായിരുന്നു. പക്ഷേ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ റാഹിന എന്ന് ഉപയോഗിക്കുന്നത് ദ്വയാർത്ഥമായിട്ടാണ്. മറ്റുള്ളവരെ കളിയാക്കാൻ, ചീത്ത വിളിക്കാൻ വേണ്ടി റാഹിന എന്ന പദം അവർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അതിനെ നിരോധിച്ചുകൊണ്ട് ആയത്തിറക്കി. അയ്യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഹിന വഖൂലു ഇൻനാ വസ്മഉ. ഖുർആൻ സൂറത്തുൽ ബഖറ 104-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ യാ മുഅ്മിനീങ്ങളെ സഹാബാക്കളെ ലാ തഖൂലു റാഹിന, നിങ്ങൾ റാഹിന എന്ന് പറയുന്നത് കേട്ടോ, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ദ്വയാർത്ഥമാണ്. വഖൂലു എന്ന് പറഞ്ഞ ഞങ്ങളിലേക്ക് നോക്ക്, വസ്മഉ ഞങ്ങളെ ശ്രദ്ധിക്ക്. ഈ വാക്ക് നിങ്ങൾ പറയണം. റാഹിന എന്ന് പറയുന്നത് മഹാനായ ഇമാം ജലാലി റഹിമഹുല്ലാഹി തആല പറയുന്നു, അത് വഹിയ ബിലുഗത്തിൽ യഹൂദി സബ്ബുൻ, യഹൂദികളുടെ ഭാഷയിൽ ചീത്തയാണ്, ദ്വയാർത്ഥമാണ്, വേദന ഉണ്ടാക്കുന്ന, വിഷമുണ്ടാക്കുന്ന വാക്കാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ സഹാബാക്കളെ നിരോധിച്ചുകൊണ്ട് ആയത്താണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ പറഞ്ഞത് നമുക്ക് എന്ത് വിഷയം എടുത്താലും പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 2025 എടുത്താൽ ഇത് 2025ന്റെ മതമാണ്. 2026 എടുത്താൽ അത് അതിന്റെ മതമാണ്. 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഇന്നും പള്ളി കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ, അല്ലെങ്കിൽ മുസ്ലിം എന്ന പേര് മാറ്റാതെ എക്സ് മുസ്ലിം എന്ന നാമം പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറ്റം പറയുന്നവർ, അവർ ഖുർആൻ നല്ലോണം പഠിക്കണമെന്ന് നമുക്ക് പറയാൻ പറഞ്ഞു. ഖുർആൻ നല്ലോണം പഠിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കുത്തുവാക്കല്ല, ഈ ദ്വയാർത്ഥമല്ല, ഈ ഡബിൾ മീനിംഗ് മാത്രമല്ല, ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ പോലും പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരായത്താണ് സൂറത്തുൽ ഹുമസ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ച ഉമയ്യത്തിനെയും വലീദ് ഇബ്നു മുഗീറയെയും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവതരിപ്പിച്ച ആയത്ത്. അതുകൊണ്ട് നാശം അല്ലെങ്കിൽ നരകം, നരകത്തിന്റെ ഏറ്റവും മോശമായ അലാമാണ്, ശിക്ഷയാണ് വൈരി എന്ന് പറയുന്നത്. എല്ലാ കുത്തുവാക്ക് പറയുന്നവരെയും എല്ലാ ആക്ഷേപിക്കുന്നവർക്കുമാണ്, എല്ലാ കുത്തുവാക്ക് പറയുന്നവർക്കും എല്ലാ ആക്ഷേപിക്കുന്നവർക്കുമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ. ഇതിൽ പറയുന്നവർ വലിയ സമ്പന്നരായിരുന്നു, വലിയ ഉമയ്യത്തും വലിയ രാജാക്കന്മാരായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചില പോരായ്മകളുടെ അവസ്ഥ, എന്റെ പൈസ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുമ്പോൾ കേട്ടോണം, എനിക്ക് ഇഷ്ടപ്പെട്ടത് തോന്നണം, എന്റെ കീഴിൽ വന്നോളണം. പൈസയുടെ പേരിൽ ദീൻ വിഷയമല്ല, പള്ളി വിഷയമല്ല, പള്ളിയിൽ ഉസ്താദ് വിഷയമല്ല, ഉസ്താദിന്റെ അടിമയാണ് എന്നുള്ളത് എനിക്ക് അർത്ഥമാണ്, അല്ലെ? ഈ പൊമ്മന്മാരെ, ഈ പൈസ ഉള്ളവരെ, വലീദിനെയും വലീദ് ഇബ്നു മുഗീറയെയും ഉമയ്യത്തിനെയും അല്ലാഹു തആല പറഞ്ഞത് യഹലദി ജമഅ മാലഹു വഅദല. അവർ അല്ലാഹുവിന്റെ റസൂലിനെതിരെ കുറ്റവാക്ക് പറയുന്നു, ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു. എന്നിട്ട് അവൻ പൈസ എണ്ണി കണക്കാക്കി അവന്റെ അലമാരയിൽ വെക്കുന്നു. യഹ്സബു അന്ന മാലഹു വഅദല. അവൻ വിചാരിക്കുന്നവന്റെ പൈസ എന്നും അവന്റെ ഉണ്ടാകും. അവൻ വിചാരിക്കുന്നവന്റെ കാശ് എന്നും അവന്റെ കയ്യിലുണ്ടാകും. അതുപോലെ ഈ കാശ് അവന്റെ രണ്ടാമത്തോടില്ല. യഹ്സബു അന്ന മാലഹു വഅദല. പൈസ അവന്റെ അടുത്ത് എന്നും ഉണ്ടാകുമെന്ന് അവൻ വിചാരിക്കുന്നു. ഒരർത്ഥം. രണ്ട്, ഈ പൈസ കാരണം അവൻ ഈ ഭൂമിയിൽ എന്നും ശേഷിക്കുമെന്ന് വിചാരിക്കുന്നു. രണ്ട് തെറ്റാണ്. പൈസ എന്നും ഉണ്ടാവുകയില്ല, പൈസ കാരണം അവൻ ഭൂമിയിൽ ഒന്നും ശേഷിക്കുകയുമില്ല. പൈസയ്ക്കൊന്നും അവന്റെ ആയുസിനെ പിടിച്ചു നിർത്താൻ, അവന്റെ അസുഖത്തെ പിടിച്ചു നിർത്താൻ,
അവന്റെ റൂഹിനെ പിടിച്ചു നിർത്താൻ ഒരിക്കലും സാധിക്കില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവനെ ഹുതമയിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യും. എന്താണെന്ന് നബി താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് അത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കത്തിക്കയറുന്ന നരകത്തിന്റെ തീയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുക. ഇവിടെ നോക്കിയേ, മറ്റുള്ളവരെ കുറിച്ച് കുത്തുവാക്ക് പറയുക, അവരെ ആക്ഷേപിക്കുക, അവരെ കളിയാക്കുക, അതാരുമാകട്ടെ. സ്ത്രീ പുരുഷനെ കളിയാക്കാനും പാടില്ല, പുരുഷൻ സ്ത്രീയെ കളിയാക്കാനും പാടില്ല, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കളിയാക്കാൻ പാടില്ല, ഒരു മതക്കാർ മറ്റൊരു മതക്കാരെ കളിയാക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, ഒരു കാലത്തും പാടില്ല. ഇന്നത്തെ നമ്മുടെ നിയമം സ്ത്രീക്ക് പുരുഷനെ എന്ത് പറയാ, പുരുഷനിക്ക് സ്ത്രീയെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. നമ്മുടെ നിയമത്തെ കുറിച്ച് നോക്കിയേ, നമുക്ക് നേരത്തെ കഴിഞ്ഞു പോയ എല്ലാവരും അംഗീകരിച്ചിരുന്ന കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് മോശമായിട്ടാണ് പറഞ്ഞത്. ആ സ്ത്രീ ഇന്നോട് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ മുഖ്യമന്ത്രി മരിച്ചു പോയി. അത് കള്ളമാണ്, തെറ്റാണ്, വെറുതെ ദുരാരോപണം പറഞ്ഞാൽ തെളിവ് സഹിതം വന്നിട്ടുണ്ട്. എന്നിട്ട് നല്ല കുഴപ്പമുണ്ടോ? നല്ല കുഴപ്പമുണ്ടോ? സ്ത്രീക്കെതിരെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പോയാൽ അപ്പഴാണ് ആ സ്ത്രീ കേസെടുക്കുന്നത് ചെയ്യും. സ്ത്രീ തിരിച്ച് ഒരു MLA ആയാലും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായാലും എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഇതാണ് ഇവിടുത്തെ നിയമം, പുരുഷനിക്ക് രീതിയില്ലാത്ത നിയമം, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ചേ, ഇത് 2 ആഴ്ച മുമ്പ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മാലിന്യം, അവന്റെ പേരോട് പറയാൻ പറ്റില്ല, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മാലിന്യം മോശത്തിനാവുള്ള ഒരുത്തൻ പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിംകൾ മുഴുവൻ ഇന്ത്യ പഠിക്കാൻ പാടില്ല. അത് നമ്മൾ വിചാരിക്കും ഒരു സംഘടനയിൽ പറയുമ്പോൾ നമ്മൾ മറ്റു സംഘടന നമ്മൾ വിചാരിക്കും ആ സംഘടനയിൽ നമുക്ക് കുഴപ്പമില്ല. ഞാൻ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ വിചാരിക്കും അവരെ കുറിച്ച് എനിക്ക് കുഴപ്പമില്ല, അല്ലേ? ഇത് പറയട്ടെ, എന്താ പറഞ്ഞത്? ഒരുത്തരിക്കാൻ പാർട്ടി ഉണ്ടാവാൻ പറ്റുമോ? ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഏത് സംഘടനയായാലും, ഏത് ഒരാളിയായാലും, ഏത് തൊഴിലാളിയായാലും മുസ്ലിം ആണോ? ഇപ്പോഴത്തോളം പാകിസ്ഥാനിലേക്ക് എന്നാ പറഞ്ഞത്? ഇത് കുത്തുവാക്കാം, ഇത് ആശയമാണ്. ദേശത്തൊക്കെ പറയുന്നു, പക്ഷെ അവസ്ഥയില്ല. അതേസമയം തിരിച്ചു മുസ്ലിമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്ത് ഈ വാക്ക് പറഞ്ഞത് മറ്റൊരു സമുദായത്തിൽ നിന്നും അവരൊക്കെ പെട്ടോണെന്ന് പറഞ്ഞത് ഒരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ ഇതെന്തായിരുന്നു കോലാഹലം? ചാനൽ ചർച്ചകൾ, മാധ്യമങ്ങൾ, എഴുത്തുകാർ, വായനക്കാര്, സാഹിത്യകാരന്മാര് ഇവരൊക്കെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നു, അല്ലേ? ഒരു മുസ്ലിമാണ് ഈ വാക്ക് പറഞ്ഞതെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അതുപോലെ തന്നെയാണ് അപ്പുറത്ത് ഒരാളെ സമാധി ഇരുത്തപ്പെട്ടതോ സമാധി ആയതോ എന്തുമാണ് നമുക്ക് വിഷയമല്ല. അവിടെയും വിളിച്ചു പറഞ്ഞത് മുസ്ലിം തീവ്രവാദി. അവരുടെ മുസ്ലിമല്ലാത്ത അയൽവാസിയായ ഒരു സഹോദരൻ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് പോലീസ് അന്വേഷിക്കാൻ വന്നപ്പോൾ കേസ് കൊടുത്തത് മുസ്ലിമല്ല, പോലീസിനെ കൊണ്ടുവന്നത് മുസ്ലിമല്ല, ആരുമല്ല. അവരെ വിളിച്ചു പറഞ്ഞതാണ് മുസ്ലിം തീവ്രവാദികൾ. ഇങ്ങനെ ഒരു സമുദായത്തെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പറയുന്നു, അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗമിൻ. ഒരു ജനത മറ്റൊരു ജനതയെ കളിയാക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. വലാ നിസാഉൻ മിൻ നിസാഇൻ, പെണ്ണുങ്ങൾ മറ്റു പെണ്ണുങ്ങളെ കുറ്റം പറയാൻ പാടില്ല. വലാ തൽബിസു അൻഫുസകും വലാ തനാബസു ബില്ലഖാബ്, നിങ്ങൾ ഇരട്ട പേരിട്ട് ആരെയും വിളിക്കാൻ പാടില്ല. ബിഇസ്മൽ ഫുസൂഖ ബഅദൽ ഈമാൻ, എത്ര മോശമായ പ്രവർത്തനമാണ് മറ്റുള്ളവരെ ആക്ഷേപിക്കലും മറ്റുള്ളവരെ കളിയാക്കലും ഇരട്ട പേരിട്ട് വിളിക്കലും മറ്റുള്ളവരെ കുറ്റം പറയലും. അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ ആരുമാകട്ടെ, അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാമത്തെ ആയത്തിനെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, ഡബിൾ മീനിംഗ് ആവാം, അത് കാര്യം മനസ്സിലാക്കാനാവാം.
അത് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഒരിക്കലും മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന, മറ്റുള്ളവരുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു വാക്ക് നിങ്ങൾ പറയണ്ടേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നന്മയിലും തഖ്വയിലും പരസ്പരം സഹായിക്കണം, നല്ല കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുക്കണം, തിന്മയ്ക്ക് കൂട്ടുനിൽക്കല്ലേ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിൽ നിങ്ങൾ കൂട്ടുനിൽക്കല്ലേ, ശത്രുതയിൽ നിങ്ങൾ കൂട്ടുനിൽക്കല്ലേ, ആക്ഷേപത്തിലും കളിയാക്കലും നിങ്ങൾ കൂട്ടുനിൽക്കല്ലേ. നിങ്ങൾ നന്മയിലും തഖ്വയിലും കൂട്ടുനിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഇതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം അത് സമ്പൂർണ്ണ മതമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, ഈ ദീൻ അത് സമ്പൂർണ്ണമാണ്. എല്ലാത്തിനും ഏതിനും നിയമം നമ്മുടെ മുന്നിലുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.